2016 മുതൽ 2025 വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത്. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മകളും കൊച്ചുമകനുമൊക്കെ കൂടെയുണ്ടായിരുന്നു. 10 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടിക കാണുക. UAE, അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ബഹ്റൈൻ, നെതർലൻഡ്സ് എന്നിവ. ഇതിൽ അമേരിക്ക ഒഴിച്ചുള്ളതെല്ലാം ഖജനാവിൽ നിന്നും കോടികൾ ചെലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകൾ. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിലായിരുന്നു ഈ യാത്രകളെല്ലാം. ബിസിനസ് സമ്മിറ്റ്, റോഡ് ഷോ, നിക്ഷേപ ഉച്ചകോടി, അങ്ങനെ എല്ലാം കേമമായി നടത്തി. ഇനി കേരളത്തിൽ വ്യവസായ നിക്ഷേപത്തിനുള്ള നോഡൽ ഏജൻസിയായ KSIDC നൽകിയ മറുപടി കാണുക. വിദേശയാത്രകളിൽ ധാരണാപത്രം ഒപ്പുവെച്ചതിനെക്കുറിച്ച് വിവരമില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ KSIDC ഇടപെട്ട് താൽപര്യപത്രങ്ങൾ ഒപ്പുവച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ ഏതെങ്കിലും താൽപര്യപത്രം ഒപ്പിട്ടതിൽ KSIDC നേരിട്ട് പങ്കാളിയായിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നു. 2019 ജനീവയിൽ നിക്ഷേപ ഉച്ചകോടിക്ക് പോയത് ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും ഒപ്പം കൂട്ടി. ഇനി ഓരോ യാത്രയും കഴിഞ്ഞ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികൾ കാണുക. 2022 നോർവേ യാത്രയിൽ ഒരു കമ്പനി മാത്രം 150 കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മറുപടി. ഇലക്ട്രോണിക് ബാറ്ററി ഉൽപാദന ഫാക്ടറി, ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപം എന്നിവ വേറെ. 2022 ഇംഗ്ലണ്ട് സന്ദർശിച്ച ശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വക കോടികളെ നിക്ഷേപം വരുമെന്ന്. 2019 സന്ദർശനം നടത്തിയത് ദുബായ്, ജപ്പാൻ, കൊറിയ എന്നിവിടങ്ങളിൽ. ജപ്പാനും കൊറിയയിൽ നിന്നുമായി 300 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും പ്രഖ്യാപിച്ചു. ജപ്പാനിലേക്ക് സർക്കാർ ചെലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെ. സംഘാംഗങ്ങൾക്ക് പ്രതിദിന ചെലവിനായി $100 വേറെയും നൽകിയിരുന്നു. UAE സർക്കാർ $500 മില്യൺ നിക്ഷേപം നടത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതും പാഴ്വാക്കായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.